ചിറ്റടി മാങ്ങാപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടമറ്റം ഭാഗത്ത് കഴിഞ്ഞ ദിവസം 16ഓളം വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായിരുന്നു. മാങ്ങാപ്പാറയിലെ പാറമടയുടെ പ്രവർത്തനം മൂലമാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പാറമട ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടാക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ പാറമടയ്ക്ക് നൽകിയ പ്രവർത്തനാനുമതി പുനഃപരിശോധിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച പാറമട ഇതെല്ലാം ലംഘിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പാറമടയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഭൂമിയിൽ വിള്ളൽ ഉണ്ടാകുകയും ഇത് ഉരുൾപൊട്ടലിന് സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം പാറമടയ്ക്ക് സമീപമാണ് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നോടിയായാണ് ബുധനാഴ്ച ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കൂടാതെ പ്രദേശത്ത് ചെറിയ മഴ പെയ്താൽ പോലും ചിറ്റടി തോടിന് സമീപത്തെ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറുന്നതിന് വഴിവെക്കുന്നു. ചിറ്റടി തോട്ടിലെ ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്നും തോട്ടിലെ മണ്ണ് നീക്കണമെന്നും ആവശ്യമുയർത്തി ചിറ്റടി പബ്ലിക് ലൈബ്രറിയും മുണ്ടമറ്റം പൗരസമിതിയും ചേർന്നാണ് കൺവെൻഷൻ വിളിച്ചിരിക്കുന്നത്. MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അടക്കമുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ വെള്ളം തുഴുവൻപാറ തോട് കരകവിഞ്ഞ് ഒഴുകിയാണ് വീടുകളിൽ കയറിയത്. ഈ തോടിലെ വെള്ളം പെരിഞ്ചിറ തോട് വഴി ചിറ്റടി ചണ്ണത്തോടിലേക്കാണ് എത്തുന്നത്. ഈ തോടുകളുടെ എല്ലാം ആഴം കുറവായതാണ് വെള്ളം വീടുകളിൽ കയറാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. ചിറ്റടി ചണ്ണത്തോടിലെ ചെക്ക് ഡാം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും ജനകീയ കൺവെൻഷനിൽ ചർച്ച ചെയ്യും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.